ഫോട്ടോ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സ്പിത്തി വാലി യാത്രക്കിടയിൽ പല സ്ഥലങ്ങളിലും ലാൻഡ് സ്ലൈഡുകൾ ഉണ്ടായത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഒരുപാട് പുഴകളൊക്കെ ക്രോസ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അതേപോലെ ഇത്തരത്തിൽ വലിയ പാറക്കഷ്ണങ്ങൾ, ഭീമൻ പാറക്കഷ്ണങ്ങൾ റോഡ് സൈഡിൽ ഉരുണ്ട് മറിഞ്ഞ് കിടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു ഹിമാലയൻ സൈഡിൽ ഒരുപാട് ലാൻഡ് സ്ലൈഡുകൾ ഉണ്ടാകുന്നത്? അല്ലെങ്കിൽ ആരാണ് ഇത്തരത്തിൽ മുകളിൽ നിന്നും വലിയ പാറക്കല്ലുകൾ താഴോട്ട് തള്ളിയിടുന്നത്? ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഫോട്ടോ വ്ളോഗിലൂടെ മനസ്സിലാക്കുന്നത്. ഈ വീഡിയോ സാധാരണ ഉള്ള പോലത്തെ നമ്മളെ ഒരു ട്രാവൽ അല്ലെങ്കിൽ ഫോട്ടോ വ്ളോഗല്ല, ഇതൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ്. നമ്മുടെ കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ സ്പിത്തി വാലിയിലെ പല വീഡിയോസിലും ഇവിടുത്തെ ലാൻഡ്സ്കേപ്പുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നും. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് എങ്ങനെയെന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് ആ വീഡിയോസും അതിലെ വിഷ്വൽസൊക്കെ കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ ഹിമാലയൻ റീജിയനിൽ ഒരുപാട് ലാൻഡ് സ്ലൈഡുകൾ ഉണ്ടാകുന്നതെന്നും ആരാണ് ഈ കല്ലുകളൊക്കെ ഉരുട്ടി ഇതേപോലെ അവിടെ കൊണ്ടുവയ്ക്കുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാം ഇന്നത്തെ ഫോട്ടോ വ്ളോഗിലൂടെ. വെൽക്കം ടു ഫോട്ടോ ചാനൽ. അപ്പോൾ ഈ കാരണങ്ങൾ രണ്ടും മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമ്മൾ എന്താണ് ഇവിടുത്തെ ഭൂപ്രകൃതി അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു സ്ഥലം ഫോം ചെയ്തത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ചുറ്റും കാണുന്ന ഈ പാറക്കല്ലുകളൊക്കെ സാധാരണ രീതിയിൽ അഗ്നിപർവ്വതം പൊട്ടിയൊലിച്ചിട്ട് പിന്നീട് അത് ഉറച്ചുണ്ടായ പാറകളല്ല, മറിച്ച് മറ്റൊരു രീതിയിലാണ് ഇവ ഉണ്ടായത്. ഞാനത് വിവരിച്ചു തരാം. ഈ ഒരു കല്ല് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതിന് ഏകദേശം ഒരു റൗണ്ട് ഷേപ്പാണ്. അപ്പം ഇതിങ്ങനെ ഷേപ്പ് ചെയ്യുന്നത് ആളുകളല്ല, നമ്മുടെ ഒരുപാട് കാലത്തെ വാട്ടർ ഫ്ലോ, അതേപോലെ കാറ്റിൻ്റെ ശക്തി, അങ്ങനെയുള്ള വിവിധ നാച്ചുറൽ ഫോഴ്സുകൾ കാരണമാണ് ഇത്തരത്തിലുള്ള കല്ലുകൾ ഷേപ്പ് ആവുന്നത്. അപ്പം ഇങ്ങനെ കല്ലിൽ നിന്നും ഷേപ്പ് ആവാൻ വേണ്ടി അടർന്നു പോകുന്ന ചെറിയ പീസുകൾ, അത് പല വലിപ്പത്തിലുണ്ടാവാം. ചെറിയ നന്നേ കാണാത്ത നമ്മുടെ പൗഡർ പോലത്തെ ചെറിയ പൊടി ഉണ്ടാവാം, അല്ലെങ്കിൽ വലിയ പീസുകളായിരിക്കാം. ഇത്തരം കഷ്ണങ്ങളൊക്കെ നമുക്ക് പൊതുവായിട്ട് സെഡിമെന്റ്സ് എന്ന് വിളിക്കാം. അപ്പോൾ ഈ സെഡിമെന്റ്സ് എല്ലാം പുഴയിലൂടെ ഒഴുകി അവസാനം കടലിൽ എത്തിച്ചേരുകയും ഈ കടലിൽ ഇവ അടിഞ്ഞുകൂടുകയും ചെയ്യും. അപ്പോൾ സാധാരണ മൺസൂൺ അല്ലെങ്കിൽ മഴ ഉണ്ടാകുന്ന സീസണുകളിലാണ് ഇത്തരം കൂടുതലായിട്ട് ഈ ഒരു സെഡിമെന്റ്സ് ഒഴുകിയിട്ട് കടലിലേക്ക് എത്തിച്ചേരുക. അപ്പോൾ ഇങ്ങനെ 10,000 അല്ലെങ്കിൽ മില്യൺ കണക്കിന് വർഷങ്ങൾ കൊണ്ട് പല ലെയർ ഓഫ് സെഡിമെന്റ്സ് കടലിനടിയിൽ ഇങ്ങനെ ഫോം ചെയ്യും. അങ്ങനെ മുകളിലുള്ള സെഡിമെന്റ്സിന്റെ ഭാരം കാരണവും അതേപോലെ തന്നെ കാലപ്പഴക്കം, ഒരുപാട് കാലം കൊണ്ടും ഈ ഒരു സെഡിമെന്റ്സ് എല്ലാം കൂടി ചേർന്നിട്ട് സിമെന്റ് പോലെ രൂപപ്പെട്ടിട്ട് അതൊരു പാറയായിട്ട് രൂപപ്പെടും. ഇത്തരത്തിലുള്ള പാറകളാണ് സെഡിമെന്ററി റോക്കുകൾ. ഈ സെഡിമെന്ററി റോക്കുകളുടെ മറ്റൊരു പ്രത്യേകത, സാധാരണ അഗ്നിപർവ്വത സ്ഫോടനത്തിൽ ഒലിച്ചു വരുന്ന ലാവയ്ക്കുള്ളിൽ വല്ല ജീവികളും പെട്ടുകഴിഞ്ഞാൽ അവ കത്തിക്കരിഞ്ഞു പോവും. അവയുടെ അവശിഷ്ടം നമുക്ക് ആ പാറ പൊട്ടിച്ചു കഴിഞ്ഞാലും പിന്നെ കിട്ടില്ല. എന്നാൽ സെഡിമെന്ററി റോക്കിന് ഉള്ളിൽപ്പെടുന്ന ജീവികളുടെ ആ ഒരു ഫോസിൽ അല്ലെങ്കിൽ അവരുടെ ഭൗതിക ശരീരം അതേപോലെ തന്നെ ആ ഒരു കല്ലിനുള്ളിൽ അല്ലെങ്കിൽ ആ ഒരു പാറയ്ക്കുള്ളിൽ പ്രിസർവ് ചെയ്യപ്പെടും. ഞാനൊരു സാധനം കാണിച്ചു തരാം. ഇതെനിക്ക് ഇവിടുന്ന് കിട്ടിയൊരു ഫോസിലാണ്. ഞാനൊരു ടിഷ്യൂവിൽ പൊതിഞ്ഞിട്ട് സൂക്ഷിച്ചാണ് ഡാമേജ് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് 450 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന അമോണൈറ്റ് എന്ന് പറഞ്ഞ ഒരു ജീവിയുടെ ഭൗതിക അവശിഷ്ടത്തിൻ്റെ ഫോസിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ സെഡിമെൻ്ററി റോക്കിൻ്റെ ഉള്ളിൽ പെട്ടുപോയ ഒരു ജീവി, അത് ഈ 450 മില്യൺ വർഷങ്ങൾ കാത്തിരുന്നിട്ട് ഈ ഒരു 2021 എൻ്റെ കയ്യിൽ എത്തിയിരിക്കുകയാണ്. ഇത് ശരിക്കും ഭയങ്കര റെയറൊന്നുമില്ല. ഹിമാലയത്തിലെ പല ഏരിയകളിലും നമുക്ക് ഈ ഒരു അമോണൈറ്റിൻ്റെ ഫോസിൽ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. എൻ്റെ മുമ്പുള്ള സ്പിത്തി വാലി ട്രിപ്പുകളിലും എനിക്ക് ഇത്തരത്തിലുള്ള വലുതും ചെറുതുമായിട്ടുള്ള കുറച്ച് അമോണൈറ്റിൻ്റെ ഫോസിൽസ് കിട്ടിയിരുന്നു. അപ്പം എൻ്റെ കയ്യിൽ ഇനിയും ഫോസിലുകളുണ്ട് ഞാൻ ഇപ്രാവശ്യം കണ്ടുപിടിച്ച. അപ്പോൾ ഇത് പരസ്പരം ഉരഞ്ഞ് കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞിട്ട് സൂക്ഷിച്ചിരിക്കുന്നത്. ഇനി കടലിനടിയിൽ ഫോം ചെയ്ത സെഡിമെൻ്ററി റോക്കുകളും അതേപോലെ കടലിനടിയിൽ ജീവിച്ചിരുന്ന ജീവികളൊക്കെ എങ്ങനെ നമുക്ക് ഹിമാലയത്തിൽ അല്ലെങ്കിൽ ഇവിടെ എത്തിയെന്ന് നമുക്ക് നോക്കാം. പണ്ട് നമ്മുടെ ഇന്ത്യ ഭൂഖണ്ഡം ഓസ്ട്രേലിയയോട് അടുത്തായിരുന്നു ഉണ്ടായിരുന്നത്. അത് നമ്മുടെ ഈ ഒരു ഏഷ്യൻ ഭൂഖണ്ഡത്തിനോട് ചേർന്നിട്ടായിരുന്നില്ല. അങ്ങനെ ഏകദേശം 50 മില്യൺ വർഷങ്ങൾക്ക് മുമ്പേ ഈ ഒരു ഭൂഖണ്ഡം അല്ലെങ്കിൽ ഇതിനടിയിലുള്ള ഭൂമിക്കടിയിലെ പ്ലേറ്റുകൾ പരസ്പരം നീങ്ങുകയും നമ്മുടെ ഈ ഒരു ഇന്ത്യൻ ഭൂഖണ്ഡം യൂറേഷ്യൻ ഭൂഖണ്ഡവുമായിട്ട് കൂടിച്ചേരുകയും ചെയ്തു. അങ്ങനെ 50 മില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു കൂടിച്ചേരൽ തുടങ്ങിയത്. അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് സയൻറ്റിസ്റ്റുകൾ പറയുന്നത്. വർഷത്തിൽ 8 മില്ലിമീറ്റർ എന്ന നിരക്കിൽ നമ്മുടെ ഇന്ത്യ എപ്പോഴും ഈ ഒരു യൂറേഷ്യൻ ഭൂഖണ്ഡത്തോട് ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അതേ കാരണം കൊണ്ട് തന്നെ നമ്മുടെ ഹിമാലയം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കൂടിച്ചേരലിനിടയിൽ നമ്മുടെ ഈ ഒരു യൂറേഷ്യൻ ഭൂഖണ്ഡത്തിൻ്റെയും ഇന്ത്യൻ ഭൂഖണ്ഡത്തിൻ്റെയും ഇടയിൽ ഉയർന്നു വന്ന അല്ലെങ്കിൽ മുമ്പേ കടലിനടിയിലായിരുന്ന സെഡിമെൻ്ററി റോക്ക് ഈ മലനിരകളാണ് നമ്മുടെ ഇപ്പോഴത്തെ ഹിമാലയം മലനിരകൾ. അപ്പോൾ ഇതേ കാരണം കൊണ്ടാണ് നമുക്ക് പല കടൽ ജീവികളുടെയും അല്ലെങ്കിൽ മത്സ്യങ്ങളുടെയൊക്കെ ഫോസിൽ ഈ ഒരു ഹിമാലയത്തിൽ നിന്ന് കിട്ടുന്നതും. അതേപോലെ 50 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു മണ്ണിനിടയിൽ ട്രാപ്പായ ഈ ഒരു സോൾട്ട് വാട്ടർ അല്ലെങ്കിൽ ഉപ്പ് വെള്ളമാണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഒരുപാട് മിനറൽസ് ഒക്കെ മിക്സ് ആയിട്ട് പിങ്ക് സോൾട്ട് അഥവാ ഹിമാലയൻ സോൾട്ട് എന്ന പേരിൽ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്.
അപ്പോൾ നമ്മുടെ ഹിമാലയത്തിലുള്ള പാറകളെ പറ്റിയും അതേപോലെ എന്തുകൊണ്ടാണ് ഇവിടുത്തെ പാറകളിൽ ഇത്തരം പാറ്റേൺ അല്ലെങ്കിൽ ലെയേഴ്സ് ആയിട്ട് വരുന്നതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഇവിടെ ലാൻഡ് സ്ലൈഡുകൾ ഉണ്ടാകുന്നതെന്ന്. സെഡിമെൻ്ററി റോക്ക് എന്ന് പൊതുവേ ഈ പാറകളെ പറയുന്ന പേരാണ്. ഇതിൽ ഒരുപാട് കാറ്റഗറികളുണ്ട്. ഇതിൽ പല ഉറപ്പിലുള്ള ഉറപ്പ് കുറഞ്ഞതും കൂടിയതുമായ പാറകളുണ്ട്. എന്നാൽ നമ്മുടെ ലാവ ഉറച്ചുണ്ടാവുന്ന പാറകളുടെ അത്ര കട്ടി എന്തായാലും ഈ ഒരു സെഡിമെൻ്ററി റോക്സിന് ഉണ്ടാവില്ല. ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം കാണിച്ചു തരാം. ഇതൊരു സെഡിമെൻ്ററി റോക്കാണ്. കാണാൻ നല്ല സോളിഡ് ആയിട്ടുള്ള പാറയാണ്. ഇതിങ്ങനെ നോക്കുമ്പോൾ നല്ല ഉറപ്പുണ്ട്. പക്ഷെ നമുക്ക് പാളികളായിട്ട് ഇവയെ ഊരിയെടുക്കാൻ പറ്റും. കണ്ടോ, സംഭവം പാറയാണ്, പക്ഷേ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഹിമാലയത്തിലെ പല സെഡിമെൻ്ററി റോക്കുള്ള മല നിരകളും നിങ്ങൾ വില്ലിങ് ആണെങ്കിൽ നിങ്ങളുടെ ഒരു വിരൽ കൊണ്ട് ആ ഒരു മല മുഴുവൻ നിങ്ങൾക്ക് പൊളിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇതേപോലെ ചെറിയ തരികൾ ചേർന്നുണ്ടാവുന്ന ക്ലേ പോലെയുള്ള സെഡിമെൻ്ററി റോക്കുകളും ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പല പാറകൾ കൂടി ചേർന്നാണ് സെഡിമെൻ്ററി റോക്ക്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു ഉറപ്പുള്ള കയറുണ്ടെന്ന് വിചാരിക്കുക. അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തൊരു വീക്ക് സ്പോട്ട് അല്ലെങ്കിൽ ഉറപ്പില്ലാത്ത ഭാഗമുണ്ടെങ്കിൽ ഈ ഒരു മുഴുവൻ കയറിനെയും പൊട്ടിക്കാൻ ആ ഒറ്റൊരു ഭാഗം മതിയല്ലോ. അതേപോലെ പല കാലങ്ങളായിട്ട് ഒലിച്ചു വന്ന വ്യത്യസ്ത തരം പാറകൾ ചേർന്നതാണ് ഈ സെഡിമെൻ്ററി റോക്ക്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പല സ്ഥലങ്ങളിലും വീക്ക് സ്പോട്ടുകൾ ഉണ്ടാവും. ഇതേ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഈ ഒരു ഹിമാലയൻ റീജിയനിൽ ലാൻഡ് സ്ലൈഡുകൾ കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. മറ്റൊരു കാരണം ഇത് ഉയരം കൂടിയ സ്ഥലമാണല്ലോ, അതായത് ലോ ഓക്സിജൻ ലാൻഡുകളാണ്. ഇതേ കാരണം കൊണ്ട് തന്നെ ഇവിടെ വലിയ മരങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ വലിയ മരങ്ങളുടെ മണ്ണിലേക്ക് ഇറങ്ങി നിൽക്കുന്ന വേരുകളാണ് ആ ഒരു മണ്ണിനെയും കല്ലിനെയൊക്കെ പിടിച്ചു നിർത്തുന്നത്. ഇവിടെ അങ്ങനെ പിടിച്ചു നിർത്താൻ പ്രത്യേകിച്ച് വലിയ മരങ്ങളോ അല്ലെങ്കിൽ അവയുടെ ശക്തിയുള്ള വേരുകളോ ഒന്നുമില്ല. അപ്പോൾ ഇതാണ് മറ്റൊരു കാരണം. ഭൂമിക്കടിയിലെ പ്ലേറ്റുകൾ മൂവ് ചെയ്തിട്ട് ഇവ കൂടി ചേർന്നിട്ടാണ് ഈ ഒരു ഹിമാലയം ഉണ്ടാവുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ പ്ലേറ്റുകൾ ഇപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പ്ലേറ്റുകളുടെ മുകളിലുള്ള ഹിമാലയൻ റീജിയനിൽ ഇപ്പോഴും ഈ ഒരു കൂടിച്ചേരൽ അല്ലെങ്കിൽ ഈ ഒരു ഭൂമിക്കടിയിലെ മൂവ്മെന്റ് കൊണ്ട് വരുന്ന എർത്ത് ക്വേക്കുകളും ഇവിടുത്തെ ലാൻഡ് സ്ലൈഡിനൊരു കാരണമാണ്. ഇനി ഈ കാണുന്ന പാറക്കല്ലുകളൊക്കെ ആരാണ് ഇവിടെ ഉരുട്ടി കൊണ്ടിടുന്നത് നമുക്ക് നോക്കാം. നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ ഐസ് ആവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെള്ളം ഒരു സ്റ്റീൽ പാത്രത്തിലാണ് വെക്കുന്നതെങ്കിൽ ആ ഒരു ഐസ് ആവുന്ന സമയത്ത് അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് ആ ഒരു ഐസ് ഉയർന്നു വരുന്നതും, അഥവാ പ്ലാസ്റ്റിക് കുപ്പിയിലാണ് വെക്കുന്നതെങ്കിൽ ഐസായി കഴിയുമ്പോൾ ആ ഒരു കുപ്പി ഫിറ്റായിട്ട് അതിൻ്റെ സൈഡ് കീറുന്നു നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ സ്കൂളിൽ പഠിച്ചതാണ്. ജലം ഐസ് ആവുമ്പോൾ അത് വികസിക്കും. ഇനി മറ്റൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ആരെങ്കിലും ഒരു വിറക് വെട്ടുകാരൻ ഒരു മാനുവലായിട്ട് ഒരു വലിയ മരക്കഷ്ണം കീറുന്നത് കണ്ടിട്ടുണ്ടോ? അപ്പോൾ വലിയ തടികൾ ഒരിക്കലും മഴ ഉപയോഗിച്ചിട്ട് സിമ്പിളായിട്ട് കീറാൻ പറ്റില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് അവർ കീറാന്ന് വെച്ചാൽ, മഴ കൊണ്ട് ആദ്യം ഒരു ഗ്യാപ്പ് ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ഒരു ഗ്യാപ്പിൽ ചെറിയൊരു പീസ് മരം വെക്കും. ഇതിനെ ആപ്പ് എന്നാണ് വിളിക്കുക. അപ്പോൾ ചെറിയൊരു ആപ്പ് വെച്ചിട്ട് അത് അടിച്ച് കയറ്റും. അപ്പോൾ ഈ ചെറിയ ഗ്യാപ്പ് കുറച്ചുകൂടി സ്പ്ലിറ്റ് ആയിട്ട് വലുതാവും. അതിലടുത്ത വലിയൊരു പീസ് ആപ്പ് വെക്കും, അത് വീണ്ടും അടിച്ച് കയറ്റും. അത്തരത്തിൽ ഈ ഒരു മരത്തിൻ്റെ കഷ്ണം സ്പ്ലിറ്റ് ആകുന്നത് വരെ ഇവർ ആപ്പ് മാറ്റി അല്ലെങ്കിൽ വലിയ ആപ്പ് വെച്ചിട്ട് ഇത് ഈ ഒരു പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാണ് വലിയ മരത്തടികളൊക്കെ ആളുകൾ സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതേ ഒരു മെക്കാനിസം തന്നെയാണ് നമ്മുടെ നേച്ചർ ഇവിടെ ചെയ്യുന്നത്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഈ ഒരു പാറ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് ചെറിയ ചെറിയ ഗ്യാപ്പുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം മഴ പെയ്തിട്ടോ അല്ലെങ്കിൽ മഞ്ഞ് വീണിട്ട് അത് അലിഞ്ഞിട്ടോ ചെറിയ ജലകണങ്ങൾ ഇതിനകത്തേക്ക് പോവും. ആ വെള്ളം ഐസ് ആവുകയും ആ ഐസ് വികസിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്തരം ചെറിയ സ്പ്ലിറ്റുകൾ ആ ഒരു ഐസ് വികസിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് വലുതാവും. അങ്ങനെ കുറേ വർഷം ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ആയിട്ട് നടക്കുമ്പോൾ ഈ ഗ്യാപ്പ് വലുതായിട്ട് അവസാനം ഈ ഒരു കല്ല് സ്പ്ലിറ്റ് ആവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ എൻ്റെ ചുറ്റും കാണുന്ന ഓരോ ചെറുതും വലുതുമായ പീസുകളൊക്കെ മുകളിൽ നിന്നും അത്തരത്തിൽ ഈ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ട് ഇങ്ങോട്ട് താഴോട്ട് വീണ കല്ലുകളാണ്. അപ്പോൾ നമ്മുടെ ഹിമാലയൻ റീജിയണിൽ എന്തുകൊണ്ടാണ് ലാൻഡ് സ്ലൈഡുകൾ ഉണ്ടാകുന്നത്, അതുപോലെ എന്തുകൊണ്ടാണ് ഭൂമി ഇവിടെ കുലുങ്ങുന്നത്, എങ്ങനെയാണ് നമുക്ക് ഇവിടുന്ന് ഫോസിലുകൾ കിട്ടുന്നത്, എൻ്റെ കയ്യിലുള്ള ഈ ഒരു ഫോസിൽ എന്താണ്, എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി. അതേപോലെ നമ്മുടെ ചുറ്റും കാണുന്ന ഈ കല്ലുകളൊക്കെ ആരാണ് ഇവിടെ ഉരുട്ടിക്കൊണ്ടിട്ടതെന്നും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ എനിക്ക് കൗതുകം ലേശം കൂടുതലാണ്. അപ്പോൾ ഈ ഒരു റീജിയനിലുള്ള പാറകളും അതേപോലെ ഇങ്ങനെയുള്ള വലിയ കഷ്ണങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്കിതിനെ പറ്റി പഠിക്കാനും മനസ്സിലാക്കാനും ആഗ്രഹം തോന്നി. ഇത് മനസ്സിലാക്കിയപ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നി, നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. മറ്റേതെങ്കിലും ഒരു അടിപൊളി ഫോട്ടോ വ്ളോഗിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ആഷിഖ് അസീം സൈനിങ് ഔട്ട്.
നമ്മളിന്ന് നമ്മുടെ ഒരു വെറൈറ്റി എപ്പിസോഡ് ഷൂട്ട് ചെയ്യാൻ പോവുകയാണ്. സെഡിമെൻ്റൽ റോക്ക് എന്ന് പറഞ്ഞ പാറകളാണ് ഈ ഒരു ഹിമാലയൻ സൈഡിലൊക്കെ ഉള്ളത്. അതിനെക്കുറിച്ചുള്ളൊരു എപ്പിസോഡാണ്. അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 50 കിലോമീറ്റർ ദൂരത്തിൽ ഞാൻ അതിന് പറ്റിയ എൻ്റെ മനസ്സിലുള്ള പോലെ ഒരു സ്ഥലം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് ഇപ്പോൾ പോകുന്നത്. നല്ലൊരു ഫ്രെയിം കാണുന്നുണ്ട്. നമുക്കൊന്ന് പോയി ഫോട്ടോ എടുത്ത് നോക്കാം. फोटो खींचो। चाचू इधर देखिए, चाचू। थैंक यू जी। ओके जी, थैंक यू, बाय। कोई बात नहीं। ഇത് നമ്മുടെ മൈക്കാണ്. അപ്പോൾ ഇത് 450 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഈ പണ്ടാര ഈ ജെയിനിൻ്റെ പേരെന്തേനും. അപ്പോൾ നമ്മളെ ഷൂട്ട് ഏകദേശം അവസാനിച്ചു. നമുക്ക് കുറച്ച് ഷൂട്ട് കാണാനാണ് തോന്നുന്നു. കുറച്ച് ഗസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ സൺസെറ്റ് ടൈമാണ്. അപ്പോൾ ആളുകൾ ഇവരെ മേയാൻ കൊണ്ടുപോയ ആളുകൾ തിരിച്ചു വരെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോകുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. जुले जी कहाँ से आए आप? केरला से जी। केरला से? हाँ। अच्छा, और कैसे? ठीक है. നമ്മളിപ്പോൾ കടന്നുപോയ ആ ഒരു കാലികളുടെ കൂട്ടത്തെ ഡ്രോണിൽ വീഡിയോ എടുക്കുകയായിരുന്നു. ഏതായാലും ആ സമയത്ത് ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യം, ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ടൈമിലാണ് ഈ ഒരു ഫൂട്ടേജ് ചെക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ഡീറ്റെയിൽ കണ്ടത്. അപ്പോൾ ഇത് സൂം ചെയ്ത് കാണിക്കാണ്ട് തീരെ ക്ലിയർ ഇല്ല. ഏതായാലും ആ കുട്ടിക്ക് വല്ലതും പറ്റുമോ എന്നുള്ളത് നമുക്കറിയില്ല. അവളുടെ പാരൻസൊക്കെ കൂടെയുണ്ട്, പക്ഷേ വീണത് ആരും കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. ഏതായാലും കുട്ടി എഴുന്നേൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എന്തെങ്കിലും പറ്റുമോ നമുക്കറിയില്ല.